ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിവാദമായി നിൽക്കുന്ന ഹണി റോസ് ബോച്ചെ വിഷയത്തിൽ എന്റെ കൊച്ചു അഭിപ്രായം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വന്നിരുന്ന വലിയൊരു അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ബോച്ചെ തന്റെ ദ്വയാർത്ഥ പരാമർശങ്ങൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ജനതയിൽ ഞാനുമുണ്ട്. തീർച്ചയായും നല്ല കാര്യം. പക്ഷെ അതിലുപരി ഇവിടെ ഹണി റോസ് എന്ന വ്യക്തിയുടെ ഡ്രസ്സിങ്ങിലെ മാന്യതയില്ലായ്മയ്ക്ക് വർഷങ്ങളായി അവരുടെ പോസ്റ്റിന് താഴെ, വീഡിയോക്ക് താഴെ ഒരുപാട് വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമായി കമന്റ്സുകൾ നമ്മൾ അറിയിച്ചിരുന്നു. അങ്ങനെയും ഒട്ടുമിക്ക കേരളത്തിലെ ജനതയും ഉണ്ടായിരുന്നു. അവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വന്നിരുന്നു. പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഒരുപാട് അവർക്കെതിരെ ട്രോളുകൾ ഇറക്കിയിരുന്നു. പരിഹാസ രൂപേണ ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ കഴിഞ്ഞ ദിവസം ഈ ഒരു അവരുടെ ഡ്രസ്സിങ്ങിലെ മാന്യതയില്ലായ്മ ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഈശ്വർ എന്ന വ്യക്തി ഒരുപാട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിനെതിരെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം മോശമായിട്ടുള്ള ഒരു കമന്റ്സും സ്റ്റേറ്റ്മെന്റ്സുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ഇവർക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് നടത്തുന്നതിന് വേണ്ടി ഒരു സംഘടിത ശ്രമം നടത്തുന്നുണ്ട് ഈ രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ്. ഒരിക്കലും ഇതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ ഈശ്വർ ഈ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇവർക്കെതിരെ കമന്റ്സുകളും വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമായി ഒരുപാട് ജനങ്ങൾ വന്നിരുന്നു. ഇന്ന് രാഹുൽ ഈശ്വറിനെതിരെ കേസുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു മാന്യതയില്ലാത്ത ഡ്രസ്സിംഗ് കണ്ടിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള, എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സിംഗ് രീതി കണ്ടിട്ട് തന്നെയാണ് എല്ലാ ബിസിനസ്സുകാരും അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവരെ ഇനാഗ്രേഷന് ക്ഷണിക്കുന്നത്. അല്ലാതെ ഇവരുടെ അഭിനയ മികവ് കണ്ടിട്ടൊന്നുമല്ല. അഭിനയ മികവ് കണ്ടിട്ടാണെങ്കിൽ ഇവരെക്കാൾ എത്രയോ വലിയ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഇവരുടെ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സിംഗ് രീതി കണ്ട് എല്ലാ ബിസിനസ്സുകാരും അവരെ ഇനാഗ്രേഷന് ക്ഷണിക്കുകയും ഇവരുടെ ഈ പ്രൊഡക്റ്റ് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോഴും കൂടെ ഹണി റോസ് എന്ന വ്യക്തിയുടെ ശരീരവും ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, സെക്ഷലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ് ഹണി റോസ് അത് ശ്രദ്ധിക്കാതെ പോയത്? വളരെ മാന്യമായി തന്നെ ഡ്രസ്സ് ധരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് വരെ വളരെ മോശം കമന്റ്സുകൾ കേൾക്കേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം വളരെയധികം മതപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്തരം ബോഡി എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സിംഗ് രീതിയിൽ ഇവർക്ക് എങ്ങനെയാണ് ആദരവും ബഹുമാനവും ലഭിക്കുക?